സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 03/2020. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിൽ ആണ്? കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഒരു എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് പോവുക. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി എവിടെയാണ്? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മി ബായി ആണ്. ഗൗരി ലക്ഷ്മി ബായി. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ദ്വിതീയ മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത്. ദ്വിതീയ മേഖല. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കർ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭഗത് സിംഗിന്റെ സ്മാരകമാണ് ഭഗത് സിംഗ് ചൗക്ക്. ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിൽ ആണ്. പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ്. കൊങ്കൺ തീരം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 2015 ജനുവരി 1. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം? നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യമാണ്. വിജയനഗര സാമ്രാജ്യം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ്. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം? മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ചത് ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണി എത്ര അടിയാണ്? ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണി 2403 അടിയാണ്. 2403 അടി. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാൽ. ലോക്പാൽ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഖരം. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം? പോക്സോ 2012 പോക്സോ നിയമം നിലവിൽ വന്നത്. 2012. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ആസാം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി?
ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യത്തെ മലയാള കൃതിയാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി എന്ന കൃതി ആരുടേതാണെന്ന് കമന്റ് ചെയ്യുക. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1921 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. ഓപ്ഷൻ സി ആണ് ഉത്തരം. സാർക്കോമിയർ എന്താണ്? പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു എന്താണ്? ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തുവാണ് യൂറിക് ആസിഡ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ. എവിടത്തെയൊക്കെയാണ്? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രതിബിംബം പതിക്കുന്നത് റെറ്റീനയിലാണ്. മനുഷ്യന്റെ റെറ്റീനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥമായിരിക്കും, തലതിരിഞ്ഞതുമായിരിക്കും. യഥാർത്ഥം തലതിരിഞ്ഞത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫെർമി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഫെർമി. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം എന്ത്? ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏതാണ്? പാസ്കൽ നിയമം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഫ്യൂഷൻ പ്രവർത്തനമാണ്. ഫ്യൂഷൻ പ്രവർത്തനം. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? പെടാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. ഓപ്ഷൻ ഡി ഹൈഡ്രജൻ ആണ് ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം. ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്നത് ഏതാണ്? കീബോർഡാണ്. കീബോർഡ്. താഴെ പറയുന്നവയിൽ താൽക്കാലികമായ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് റാം ആണ്. റാൻഡം ആക്സസ് മെമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഇന്റർനെറ്റ്. താഴെ പറയുന്നതിൽ URL പൂർണ്ണരൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കർ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു?
സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സെൻസസ് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ സംഘടിപ്പിച്ചത് 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 7ാം ഭരണഘടനാ ഭേദഗതി. സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റെതാണ്? സൈക്കോ ഇ മുഹമ്മദ് ആണ്. ഇ മുഹമ്മദ്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം PV സിന്ധു. ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? ഇൻകുലാബിന്റെ മക്കൾ നാടകത്തിന്റെ പേര്. നാടകം രചിച്ചത് ആരാണ്? PJ ആന്റണി ആണ്. PJ ആന്റണി. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? ന്യൂസിലാൻഡാണ്. ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ബംഗ്ലാദേശിൻ്റെതാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി? 2022 ദക്ഷിണാഫ്രിക്ക. 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഗ്ലാസ്ഗോയിലാണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കവളപ്പാറ മലപ്പുറം ജില്ലയിലാണ്. എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? 2019 നടന്നത് 17ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 17. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര്? വിക്രം. ചന്ദ്രയാൻ 2 ലാൻഡറിന്റെ പേരാണ് വിക്രം. 50ാമത്തെ ചോദ്യം. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആര്? 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രിയായിരുന്നത് K. രാജു ആണ്. 15ാമത്തെ, അതായത് ഇപ്പോഴത്തെ കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രൻ. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. He played a tune dash the violin. He played a tune on the violin. We enjoyed dash fun. We enjoyed the fun. They dash for you. They are waiting for you. The synonym of eccentric is peculiar. They led a happy life. The word happy is an adjective. The antonym of extravagant is frugal. Our Jawans would not dash to the enemies. Give in. Rice is the staple food of Kerala. Is an assertive sentence. The gender of the word peacock is masculine. Which word is correct? Vacation ആണ് വേർഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. VACATION. The question tag for he said nothing dash is did he. If you learn well, you dash the exam. You can pass the exam. Sunstroke is a word formed using compound.
Choose the correct idiom to substitute the underlined word. He did the work irregularly. By fits and starts. The passive form of the child broke the toys is the toys were broken by the child. I dash just come. I have just come. One word substitute for the original inhabitants of a place is aborigines. The candidates dash be in possession of their hall tickets. Must. Balu to Akshra. Where are you going? The reported form of this sentence is Babu asked Akshra where she was going. His only bad habit is smoking. The underlined word is a smoking is a gerund. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 25. 72 ഓപ്ഷൻ എ. 73 ഓപ്ഷൻ സി. 74 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 75ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. 76 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 77ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 78 ഓപ്ഷൻ സി. 79ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 80ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 81ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 82 ഓപ്ഷൻ എ ആണ്. 83ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്. 84 ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 85ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 86 ഓപ്ഷൻ എ. 87ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 88 ഓപ്ഷൻ ഡി. 89 ഓപ്ഷൻ ബി. 90ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. ഇനി വരുന്നത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ് വെണ്മ. കൈകാലുകൾ സമാസമേത്? ദ്വന്ദ്വൻ. ശരിയായ രൂപം ഏത്? അഭ്യസ്ത വിദ്യൻ. കൃഷിയെ സംബന്ധിച്ചതെന്ന അർത്ഥം വരുന്ന വാക്ക് ആർഷം. അർത്ഥം എഴുതുക ഇനൻ. സൂര്യൻ. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതി? ലളിതാംബിക അന്തർജനം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? കേരള വർമ്മ വലിയ കോയിത്തമ്പുരാൻ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ശൂരനാട്ട് കുഞ്ഞൻപിള്ള. നായ കഥാപാത്രമായ ഒരു കഥ? വെള്ളപ്പൊക്കത്തിൽ. അവസാനത്തെ ചോദ്യം ബഷീറിനെ കൂടാതെ പൂവൻ പഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ളയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കാരൂർ നീലകണ്ഠപിള്ള. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.